ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞാൻ നായരാണ്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചവനാണ് ശിവൻകുട്ടി. ദൈവത്തിന് പോലും മുമ്പിൽ സ്ഥാനം നിൽക്കുന്നത് ഗുരുക്കന്മാരാണ്. അപ്പോൾ അവരുടെ പാദം തൊട്ട് നമ്മൾ തൊഴുന്നതിൽ ഒരു കുഴപ്പമില്ല. അത് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ ഈ കാണുന്നതില്ല. ഇത് ആദ്യമേ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ്. സത്യം പറയാൻ നമ്മളൊക്കെ ഇപ്പോഴും ഒരു സാറിനെ കാണുമ്പോൾ എണീക്കുന്ന എന്തുകൊണ്ടാണ്? അതിനോട് ആദരവ് പുലർത്തുകയും ചെയ്യുന്ന ആ ഒരു ഇതിനോട് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരാളെ അടിച്ചേൽപ്പിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാണ്. നിർബന്ധമായിട്ട് അത് ചെയ്യണം. ഈ 10-20 നൂറ്റാണ്ടിനകത്ത് ആരും കഴുകുമെന്ന് കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പിന്നെ ഇപ്പം കൊണ്ട് കഴുകേണ്ട നിർബന്ധമുണ്ട്. സതി ഉണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ ആചാരങ്ങളുണ്ടായിരുന്നു. ആ ആചാരങ്ങളൊന്നും ഇനി നടക്കുന്നതല്ല. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അധ്യാപകരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ കാസർഗോഡ് സ്കൂളിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിയതും പാദപൂജ ചെയ്യിച്ചതും വലിയ വിവാദമായിരിക്കുകയാണ്. ജനങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? അവരുടെ വാക്കുകളിലൂടെ. പാദപൂജ ചെയ്തതിനോട് സാറിന്റെ അഭിപ്രായം എന്താണ്? അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കത്തില്ല. എന്തുകൊണ്ടാണ് സർ? കാരണം പരമ്പരാഗതമായിട്ടുള്ള ഒരു കാര്യം, സ്കൂൾ കുട്ടികൾ അതൊക്കെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവർ വളർന്നു വരുന്ന കുട്ടികളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചിന്ത ഇതായിട്ട് നിൽക്കണം. പർപ്പസായിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ ജനറലായിട്ടൊരു ഇൻ്റലക്ച്വൽ സ്പിരിച്വൽ ലൈഫിൽ ഇതൊക്കെ കാണും. കുട്ടികളെ സ്കൂൾ ലൈഫിൽ അതങ്ങനെ ചേർക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പാദപൂജ ചെയ്തതിനോട് സാറ് യോജിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ സാർ? അതങ്ങനെയാണ്. കുട്ടികളെ നമ്മൾ ഇല്ലാതാക്കണം ശരിയല്ലല്ലോ. നമ്മളെ മക്കളല്ലേ, മക്കളെല്ലാം നമുക്കുള്ളതാണ്. അതില്ലാതാക്കണത് ശരിയല്ലല്ലോ. ശരിയല്ല. ഈ പാദപൂജ ചെയ്തതിനോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സാഹചര്യത്തിലും പണ്ട് പിന്നെ സതി ഉണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ ആചാരങ്ങളുണ്ടായിരുന്നു. ആ ആചാരങ്ങളൊന്നും ഇനി നടക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലും പറഞ്ഞു എന്ന് മാത്രമല്ല. യോജിക്കുന്നില്ല, ഒരിക്കലും പാടില്ല. ഇനി ഒരിക്കലും ഒരു കാലം ഈ ആധുനിക യുഗത്തിൽ ഒരിക്കലും ഇത് പഴയ കാളവണ്ടിയാണ്. അത് കാളവണ്ടിയുടെ കാലത്ത് നടന്ന സതി. ഇപ്പം പിള്ളേർ പിന്നെ ഭർത്താവ് മരിച്ച ഉടനെ അതിനൊക്കെ ചാടണം. അതൊക്കെ എന്തോ മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോൾ എത്ര കാലമായില്ല കിട്ടുന്നത്. ഒരിക്കലും ഇല്ല, സമ്മതിക്കുന്നേ ഇല്ല. അധ്യാപകരെ പിന്നെ ആചരിക്കുന്നത് നല്ല കാര്യമാണ്, നല്ല കാര്യം തന്നെയാണ്. അല്ലാതെ അവർ ഈ പാദപൂജ എന്ന് പറയുന്നത് എന്ത് പറയാൻ ഞാൻ അതിനെ, അതൊരിക്കലും ശരിയുള്ള കാര്യമാണ്. ഇല്ല, നമ്മുടെ ഗവർണർ ചെയ്താണ്ടല്ലേ, അത് ശരിയാണ്. ഒരിക്കലും ശരിയല്ല. യോജിക്കുന്നില്ല 100%. എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഇത് കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് യോജിക്കുന്നില്ല. എന്തുകൊണ്ട് ചോദിക്കാൻ പറ്റും? നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനാ, അല്ലാണ്ട് ഇവരെ പാദപൂജയല്ല. ഇവരുടെ പാദപൂജയല്ല നമ്മൾ വിടുന്നത്. നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാൻ വിടുന്നതാണ്. അവർ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതിന്റെ ആവശ്യമില്ല. അവിടെ 100% യോജിക്കുന്നുമില്ല. പാദപൂജ ചെയ്യിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇല്ല, അദ്ദേഹം പറഞ്ഞാണ് ശരി. കുട്ടികളെ പഠിക്കാനാണ് വിടുന്നത്, അത് ബാക്കിയുള്ള ശുശ്രൂഷകൾ ചെയ്യാനല്ല. കുട്ടികളെ അയക്കുന്നത് വിദ്യാഭ്യാസം ചെയ്യാനാണ്. അത് മാത്രമേ. അധ്യാപകരോട് ആരാധിക്കുന്നതിന് നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. അവരോട് നമുക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. നല്ല കാര്യമാണ്. പാദപൂജ ചെയ്യുന്നതിനെ യോജിക്കുന്നില്ല, കാല് തൊട്ട് വന്നിക്കുന്ന ബഹുമാനിക്കുന്നതിനെ യോജിക്കുന്നുണ്ട്. ഞാൻ ഇതിനോട് 100% യോജിക്കുന്നു. കാരണം നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഗുരുക്കന്മാരെ ബഹുമാനിക്കുക എന്ന് പറയുന്നതാണ്. നമ്മുടെ പൂന്താനം പോലെ എഴുതിയിട്ടുണ്ട്, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണ് നമിക്കുന്നത്. അപ്പോൾ അത്ര മഹത്തരമായിട്ടുള്ള ഗുരുക്കന്മാരാണ്. മാതാപിതാ ഗുരുദൈവം, ദൈവത്തിന് പോലും മുമ്പിൽ സ്ഥാനം നിൽക്കുന്നത് ഗുരുക്കന്മാരാണ്. അപ്പോൾ അവരുടെ പാദം തൊട്ട് നമ്മൾ തൊഴുന്നതിൽ ഒരു കുഴപ്പമില്ല. 100% ഞാൻ അതിനോട് അംഗീകരിക്കണം. കാരണം അവിടെ നിന്ന് വേണം നമ്മുടെ ഒന്നാമത്തെ സാംസ്കാരിക പാഠം തുടങ്ങാൻ. ഗുരുക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ പാദ്യം തുടങ്ങുന്നതിനാണ് ഒന്നാമത് നമ്മുടെ സംസ്കാരം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതിനോട് 100% യോജിക്കുന്നു. അതിനകത്ത് ഒരു തെറ്റുമില്ല. 100% ഗുരുക്കന്മാരുടെ പാദപൂജ തൊട്ട് വേണം തുടങ്ങാൻ. ദൈവത്തിന് മുകളിലാണ് ഗുരുക്കന്മാരുടെ സ്ഥാനം. പാദപൂജ ചെയ്യുന്നതാണ് അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ ഈ കാണുന്നതില്ല. ഇത് ആദ്യമേ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ്. സത്യം പറയാൻ നമ്മളൊക്കെ ഇപ്പോഴും ഒരു സാറിനെ കാണുമ്പോൾ എണീക്കുന്ന എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഡിഗ്രിയോ ഉയർന്നൊന്നുമില്ല. ആ ഒരു ഭയഭക്തി ബഹുമാനമാണ്. അത് അച്ഛനും അമ്മയ്ക്കും തുല്യമാണ് ഗുരു എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഉയരേ ഉള്ളൂ. പാദപൂജ ചെയ്യുന്ന ഒരു അവസരമായിട്ട് വേണം കണക്കാക്കാൻ. നല്ലൊരു കാര്യം തന്നെയാണ്. ദൈവം തന്ന ഒരു ഇതായിട്ട് അത് ചെയ്യണം എന്നാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്. അത് മാത്രമല്ല, അത് സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഉള്ളിൽ പറയുകയാണ്. എനിക്കത് വിഷമം തോന്നുന്നു. ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെ ആയിപ്പോയല്ലോ, ആരും പറഞ്ഞു കൊടുക്കാനില്ലല്ലോ എന്നുള്ളത് ചെറുപ്പത്തിൽ. അതാണ് അതിൻ്റെ ഒരു വിഷമം.
പാദപൂജ ചെയ്യുന്നതിനോട് അങ്ങനെ യോജിപ്പില്ലായ്മയൊന്നുമില്ല. അത് മുതിർന്നവരെ ചെയ്യുന്ന ഒരു പഴയ ഒരു സിസ്റ്റം, ആദരവ് അത്രയേ ഉള്ളൂ. അല്ലാതെ നിർബന്ധിച്ച് ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് സ്വയം അവർക്ക് മുതിർന്നവരെ ബഹുമാനിക്കുകയും അതിനോട് ആദരവ് പുലർത്തുകയും ചെയ്യുന്ന ആ ഒരു ഇതിനോട് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരാളെ അടിച്ചേൽപ്പിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും അത് ബുദ്ധിമുട്ടാണ്. നിർബന്ധമായിട്ടും അത് ചെയ്യണം. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ല. അത്രേ ഉള്ളൂ. എല്ലാവർക്കും റൈറ്റ്സ് വേണം. നമ്മൾ മതാധിഷ്ഠിതമായ രാഷ്ട്രമാണ്. എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ പൂജ ചെയ്യാം. പുരാണങ്ങളിൽ അമ്പും പഠിപ്പിക്കുമ്പോൾ ദ്രോണാചാര്യർ പോലും വിരൽ മുറിച്ച് കൊടുത്തതാണ്. ഈ സർക്കാരിൽ ഇതൊക്കെ ഉണ്ടാക്കണം, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഞാൻ നായരാണ്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചവനാണ് ശിവൻകുട്ടി. അവനാണ് ഈ അവന്മാരാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്ന കള്ളന്മാർ. അറിയാം, ഈ സർക്കാരാണ് ഈ മുടിഞ്ഞ ഇങ്ങനെ ചുമ്മാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണതാണ്. ബി ജെ പി എതിരെന്ന് പറയും. ബി ജെ പി എല്ലാ സംസ്ഥാനത്തും ഭരിക്കുന്നത്. ഞാൻ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ബി ജെ പി അല്ലേ ഭരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നെല്ലാം വാങ്ങിച്ചിട്ട് പേര് മാറ്റിയെല്ലാം നടപ്പിലാക്കും. ഒന്നും ചെയ്യണില്ല. ഞാൻ ട്രാൻസ്പോർട്ടിന് പെൻഷനായത്. ഞങ്ങൾക്ക് പോലും 2013 പെൻഷനാണ് ഇപ്പോഴും തരുന്നത് തൊഴിലാളി സർക്കാർ. അതുകൊണ്ട് ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ചുമ്മാ പുകമറ സൃഷ്ടിച്ചവന്മാർക്ക് കോടികൾ വെട്ടിക്കാൻ ഉള്ള ഒരു സൃഷ്ടിയാണ്. വേറൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നു അതങ്ങനെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അങ്ങനെ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കാൻ പറ്റും. അധ്യാപകരെ ബഹുമാനിക്കുന്നതിനോട് എന്താ പറയാനുള്ളത്? അധ്യാപകരെ നമ്മൾ ബഹുമാനിക്കുന്ന രീതി പഠിക്കാൻ പോകും. പഠിക്കുന്ന കുട്ടികളെ അതിൻ്റെ രീതി പോലെ നോക്കി പഠിപ്പിക്കണം. മറ്റെന്തെങ്കിലും കണ്ടാൽ അതിൻ്റെതായ രീതി ചെയ്യണം. ചുമ്മാ എടുത്തിട്ട് എന്തെങ്കിലും പറയാടിക്കുക ചെയ്തിട്ട് കാര്യമില്ല. കുട്ടികളല്ല. പാദപൂജ ചെയ്തതിനോട് സാറ് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ സാർ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അധ്യാപകരുടെ കാലത്ത് എവിടെ പറഞ്ഞിട്ടുള്ള കഴിവെടുക്കും. ഈ 10-20 നൂറ്റാണ്ടിനകത്ത് ആരും കഴുകുമെന്ന് കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പിന്നെ ഇപ്പം കൊണ്ട് കഴുകേണ്ട നിർബന്ധം എന്തോ? യോജിക്കുന്നില്ല, യോജിക്കുന്നില്ല, ഒട്ടും യോജിക്കുന്നില്ല.